ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് പാനിനും അല്ലെങ്കിൽ ടാനിനും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ണർഷിപ്പിൻ്റെ കേസിലാണ്. നമ്മൾ അപ്ലൈ ഫോർ പാൻ വിത്ത് DSC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ NSDL സൈറ്റ് വരും. അപ്പോൾ NSDLൻ്റെ DSC ബേസ്ഡ് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസ്ട്രക്ഷൻസ് ആണിത്. ഇൻസ്ട്രക്ഷൻ്റെ താഴെ പോയി കഴിയുമ്പോൾ അപ്ലൈ ഫോർ പാൻ ന്യൂ ഫോർ DSC യൂസേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റഗറി ഓഫ് ആപ്ലിക്കൻ്റ് നമ്മൾ കൊടുക്കുക. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക. എൻ്റെ കേസിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയിട്ടാണ്. പാർട്ണർഷിപ്പ് ഫേം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. നമ്മൾ അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത് വരുന്നതാണ് ഫോം നമ്പർ 49. പാനിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫോമാണ്. എല്ലാവർക്കും കോമൺ ഫോമാണ്. നമുക്കിപ്പോൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് കുറേ ഫോം എക്സ്ട്രാ ഫില്ല് ചെയ്യേണ്ടി വരും. നമുക്ക് പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഫാദേഴ്സ് നെയിം അതൊന്നും നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വരില്ല, അങ്ങനത്തെ ഫീൽഡുകളെല്ലാം. പക്ഷേ ഫോം എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് വരുന്ന പരിപാടി. ജൂറിസ്ഡിക്ഷൻ ഓഫീസറുടെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പാൻ ജൂറിസ്ഡിക്ഷൻ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ NSDL സൈറ്റ് വരും. NSDL സൈറ്റിൽ നമ്മൾ സിറ്റിയുടെ നെയിം ബേസ് ചെയ്തിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്, സെർച്ച് ഓൺ സിറ്റി. അപ്പോൾ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ കൊച്ചി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് വെച്ചുള്ള എല്ലാ സിറ്റികളുടെ ഒരു ലിസ്റ്റ് വരും. ഇപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കൊച്ചി സെലക്ട് ചെയ്യുക. കൊച്ചി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കൊച്ചിയിലുള്ള 51 അസസിംഗ് ഓഫീസറുടെ ലിസ്റ്റ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഫേം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ കോർപ്പറേറ്റ് ആയിരിക്കില്ല, നോൺ കോർപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് താഴ്ത്ത് വരുമ്പോഴത്തേക്കും കാണാം നോൺ കോർപ്പറേറ്റ് വാർഡ് 11. അപ്പോൾ ഇതിൽ പറയുന്ന ഇനി ഇത് കണ്ടീഷൻസ് വായിച്ചു നോക്കണം. കേരള, കണ്ണൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റ് എല്ലാവരും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. A to Z നെയിം വരുന്ന എല്ലാവരും, A തൊട്ട് Z വരെയുള്ള ഏത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാണെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യും. ലെസ് ദാൻ 20 lakhs 20 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ വരുമാനമെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ അതർ ദാൻ കമ്പനീസ് പറയുന്നുണ്ട്. അപ്പോൾ കമ്പനീസ് എന്തായാലും കോർപ്പറേറ്റ് ബാഡി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ KRL W1091 ആയിരിക്കും നമ്മളുടെ അസസിംഗ് ഓഫീസറുടെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്യുക ഇവിടെ നമ്മളുടെ ഫീൽഡിൽ. ഇനി അടുത്തത് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും പേര് അറിയപ്പെട്ടിട്ടുണ്ടോ, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, പാർട്ണർഷിപ്പിൻ്റെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ പാർട്ണർഷിപ്പിൻ്റെ അഡ്രസ്സ് നമ്മളോട് കറക്റ്റായിട്ടെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺട്രി കോഡ്, മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റസ് ഓഫ് ദി ആപ്ലിക്കൻ്റ് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യേണ്ട പാർട്ണർഷിപ്പ് ഫേമായിട്ട്. രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾക്കൂടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് ബിസിനസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് എൻ്റർ ചെയ്യണം ഇവിടെ. നമ്മളിപ്പോൾ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ ടിക്ക് ചെയ്യും. സാലറിഡ് എംപ്ലോയി ആപ്ലിക്കബിൾ ഇൻഡിവിജ്വൽസ് മാത്രമാണ്. ബിസിനസ്സിൽ ടിക്ക് ചെയ്യും. എന്നിട്ട് പാനിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു 20 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. 20ാമത് അതേഴ്സാണ്. അപ്പോൾ ബാക്കി ഇതിലൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഇതിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് ഈ ലിസ്റ്റിൽ പെടില്ലെങ്കിൽ നമ്മൾ അതേഴ്സ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിൽ വി ആർ നോട്ട് കവർഡ് ബൈ A or B above അതർ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതർ സോഴ്സ് എന്തായാലും നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റും എല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ അതർ സോഴ്സും കൂടി നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ് എൻക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്, 2 ഡോക്യുമെൻറ്റ് അപ്രൂവ് ചെയ്യുന്നത്. ഒന്ന് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ്. നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡാണുള്ളത്, പാർട്ണർഷിപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ പ്രൂഫ് ഓഫ് അഡ്രസ്സിനും പാർട്ണർഷിപ്പ് ഡീഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആരാണ് സബ്മിറ്റ് ചെയ്യുന്നുള്ളത്, നമ്മളിവിടെ പാർട്ട്ണറുടെ നെയിം എൻ്റർ ചെയ്യണം. ഇൻ ദ കപ്പാസിറ്റി ആസ് പാർട്ട്ണർ ആൻഡ് പ്ലേസ്, സൈൻ ചെയ്യുന്ന പ്ലേസ് ഏതാണെന്ന് കൊടുക്കുക. നമുക്ക് ഫിസിക്കലി വേണമെന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പാൻ മാത്രം മതിയോ എന്നുള്ളതും. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓതറൈസ് സിഗ്നേറ്ററി നമ്മുടെ നേരത്തെ മേളിൽ കൊടുത്ത പോലെ തന്നെ ഇത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പാർട്ണർഷിപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ പാർട്ണർഷിപ്പിൻ്റെ ഡീഡ് PDF ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് നോക്കുമ്പോൾ നോ കൊടുത്തിട്ട് പാർട്ണർഷിപ്പ് ഡീഡ്. എന്നിട്ട് നമ്മൾ NSDL തന്നെ ഒരു ടൂളുണ്ട്, അതായത് NSDL ESS എന്ന് പറഞ്ഞിട്ട് DSCയുടെ ടൂളാണ്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് അതും റണ്ണിങ് ആവണം. അതേപോലെ നമ്മളുടെ പ്രോക്സ്കി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൻ്റെ ടോക്കണിൻ്റെ ടൂൾ. ഇത് രണ്ടും റണ്ണിങ് ആണെങ്കിൽ മാത്രമേ DSCയുടെ ഇത് പോപ്പപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മുടെ DSCയുടെ ടോക്കൺ റണ്ണിങ് ആണെന്ന് ഉറപ്പുവരുത്തി, അതേപോലെ നമ്മൾ ആ NSDLൻ്റെ DSCയുടെ ടൂളും വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ഇനി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പോപ്പപ്പ് വന്നെങ്കിൽ ആ ടൂൾ റണ്ണിങ് ആയിരിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം വന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന സതീഷ് കുമാർ ഗോവിന്ദൻ നായർ, ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഫേമാണ്. അപ്പോൾ പുള്ളിയുടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇത് 2-3 പ്രാവശ്യം വരും. ഇതിൻ്റെ പഴയ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇനി DSC ടോക്കണിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഫോമിൽ പ്ലീസ് റെക്ടിഫൈ ദി എറേഴ്സ് മാർക്ക്ഡ് ഇൻ റെഡ്. അപ്പം ഇത് എറർ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം പ്ലീസ് റെക്ടിഫൈ ദി എറേഴ്സ് മാർക്ക്ഡ് ഇൻ റെഡ്. നമ്മൾ താഴെ പോയി കഴിയുമ്പോൾ ഇവിടെ പ്ലീസ് സെലക്ട് പ്രോപ്പർ സിഗ്നേച്ചർ. അപ്പോൾ ഞാനിവിടെ സിഗ്നേച്ചർ ഫയൽ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ് നമുക്കപ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടത്. JPEG ഫോർമാറ്റിലാണ്. എൻ്റെ കയ്യിലുള്ളത് PNG ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മാറ്റാവുന്നതാണ്. പെയിൻറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സേവ് ആസിൽ നമുക്കിവിടെ JPEG ആയിട്ട് സേവ് ചെയ്യാം.
അപ്പം അങ്ങനെ കൊടുത്തിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. അപ്പം JPEG ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്തത് കാണിക്കുന്നത് DPI ഷുഡ് ബി 200. അപ്പം ഇത് പണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഒരു അപ്ലോഡ് ഡോക്യുമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്യുമെൻറ്റിൽ സ്റ്റാൻഡേർഡ് മാച്ച് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ 3-4 തവണ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഇൻസ്ട്രക്ഷൻ കിറ്റിലും എവിടെയും ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, അവരുടെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന മെയിലിൽ. അപ്പോൾ അവർ മെയിലിൽ റിപ്ലൈ തന്ന ഇതാണ്: സ്റ്റാൻഡേർഡ് ഫയൽ സ്പെസിഫിക്കേഷൻ 200 ആയിരിക്കണം, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് 200 DPI ആവണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണം. അപ്പം ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. സിഗ്നേച്ചറിൻ്റെ ഫയൽ 2x4.5 സെൻറ്റിമീറ്റർ ആവണം. അപ്പോൾ ഈ 200 DPI ആക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ സോഫ്റ്റ് ടൂൾ കിട്ടും. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് 200 DPI ആക്കിയിട്ട് തിരിച്ച് ഡൗൺലോഡ് ചെയ്യാം. അത് അറ്റാച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് 200 DPI ആക്കാൻ വേണ്ടിയിട്ട് കൺവേർട്ട് 200 DPI എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഏതൊരു സൈറ്റ് കിട്ടും. ഫസ്റ്റ് സൈറ്റ് എടുക്കുക, ഇവിടെ 200 ആക്കുക. 200 ആക്കിയിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത സിഗ്നേച്ചറിൻ്റെ ഇമെയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അത് കൺവേർട്ട് ആയിട്ടുണ്ട്. കൺവേർട്ട് ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ അതൊരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം ഞാനത് 200 ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഞാൻ ആ സിഗ്നേച്ചർ ഫയലും 200 DPI ആക്കിയത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. നേരത്തെ അതുപോലെ തന്നെ DSCയുടെ അതേ മോഡൽ നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ അത് ലോഡിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ആ എറർ കാണിക്കുന്നില്ല. അപ്പം ഇനി അടുത്തത് വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മളുടെ ക്യാപ്ച അടിക്കണം. PV കൺഫേം കൊടുക്കുന്നു. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ടാൻ ആപ്ലിക്കേഷൻ. നമുക്ക് പാർട്ണർഷിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ടാനും മാൻഡേറ്ററി ആയിട്ടുണ്ട്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും DDS പിടിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ടാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ടാനും ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി പോകും. ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്താൽ പാൻ മാത്രം അപ്ലൈ ചെയ്യാം. നമുക്കൊരു ടാനും വേണം. അപ്പോൾ ടാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ DSC സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്ലീസ് ചെക്ക് ദിസ് ബോക്സ് ഇഫ്. അപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റിൻ്റെ ഇതൊരു കൺഫർമേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നു. ഡു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ടാൻ. യെസ്, ടാൻ കൊടുക്കുന്നു. വീണ്ടും DSC സെലക്ഷൻ. നേരത്തെ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഇനി പാസ്വേഡ് ചോദിക്കില്ല DSCയുടെ കേസിൽ. അത് ക്യാഷ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അതിൻ്റെ പാസ്വേഡ് മെമ്മറിയിൽ. ഇപ്പോൾ നമ്മൾ അടുത്ത പേജ്, അതായത് ടാൻ ആപ്ലിക്കേഷൻ്റെ ഗൈഡ്ലൈൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതേപോലെ ഫേമായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ എല്ലാം എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കോഡ് മാത്രം നമ്മൾ എൻ്റർ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ പാൻ്റെ ജൂറിസ്ഡിക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ടാനിനും ജൂറിസ്ഡിക്ഷൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടാനും അതേപോലെ തന്നെ ടാൻ ജൂറിസ്ഡിക്ഷൻ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻ കോഡിൻ്റെയും ലിസ്റ്റ് കിട്ടും NSDL സൈറ്റിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ AO കോഡ് ഫോർ ടാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ആലപ്പുഴയിലെ ഒരു ഫേമിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ A സെലക്ട് ചെയ്തു. A സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ A വെച്ചുള്ള എല്ലാ സിറ്റികളുടെയും ലിസ്റ്റ് അവിടെ വരും. ഇതാ A വെച്ചുള്ള സിറ്റികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ആലപ്പി സെലക്ട് ചെയ്യുന്നു. ആലപ്പിയുടെ അടിയിൽ നമുക്ക് കാണാം വാർഡ് TDS. ഒറ്റൊരു ഇതേ ഉള്ളൂ ആലപ്പുഴ ആയതുകൊണ്ട്. KRL WT 64-2. അപ്പോൾ ഞാനിവിടെ KRL WT 64-2. അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ അവിടെ നിന്ന് പ്രീഫിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം നേരത്തെ പോലെ തന്നെ DSC മോഡ് തന്നെയാണ് വരുന്നത്. DSC ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ പാസ്വേഡ് നമ്മൾ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പാസ്വേഡ് പിന്നെ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ആപ്പ് പ്ലീസ് റെക്ടിഫൈ ദി എറേഴ്സ് മാർക്ക്ഡ് ഇൻ റെഡ്. അപ്പോൾ ഇവിടെയും എന്തോ എറർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എന്താ എറർ എന്ന്. പ്ലീസ് എൻ്റർ STD കോഡ്. അപ്പോൾ STD കോഡ് നമ്മൾ ആലപ്പുഴയുടെ STD കോഡ് എൻ്റർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 091 ആയാലും നമുക്ക് എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ പിന്നെയും വരുന്നു. അപ്പോൾ ഈ തവണ പിന്നെയും എറർ കാണിക്കുന്നുണ്ട്. എന്താണ് ഈ തവണത്തെ എറർ? നമ്മൾക്ക് കാണുന്നത് GSTN ഷുഡ് ബി 15 digits. നമ്മൾ GST നമ്പർ എൻ്റർ ചെയ്തിട്ടില്ല. അതേപോലെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ പാൻ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കിട്ടുന്നില്ല. GSTN നമ്പർ ഷുഡ് ബി 15. ഇവിടെ പാർട്ട്ണർ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ പാർട്ട്ണർ ഡിലീറ്റ് ചെയ്യണം, കാരണം പാർട്ട്ണർ അല്ല, അവിടെ എനിക്ക് തെറ്റിയിട്ട് എൻ്റർ ചെയ്താണ്. സബ്മിറ്റ് ചെയ്ത് നോക്കുന്നു ഒന്നുകൂടി. ഇപ്പോൾ സബ്മിഷൻ്റെ വന്നിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. ഞാനിവിടെ ക്യാപ്ച J3CG ക്യാപ്ച എൻ്റർ ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ DSCയുടെ പിന്നെയും ചോദിക്കുന്നു, ഓക്കെ. ഇനി നെക്സ്റ്റ് പേജിൽ നമുക്ക് 77 രൂപ, അതായത് 77 രൂപ നമുക്ക് പാനിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മളിത് ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്നു. ഇനി നമ്മൾ ബിൽ ഡെസ്ക്, അതായത് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. 166 രൂപ. പാനിൻ്റെയും ടാനിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഫീസാണ് 166 രൂപ. നമുക്കിവിടെ എല്ലാ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ അത് കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പം എൻ്റെ പേയ്മെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് റീഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ തിരിച്ച് NSDL സൈറ്റിലേക്ക് തിരിച്ച് റീഡയറക്റ്റ് ആവും.
ഇതാ ഇപ്പോൾ നമുക്ക് താങ്ക് യു ഫോർ DC നമ്മളിപ്പോൾ പാൻ്റെയും ടാൻ്റെ അക്നോളജ്മെൻറ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ചില കേസിൽ നമുക്ക് ടാൻ കിട്ടണമെന്നില്ല, ചിലതിൽ ഈ ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഡൗൺലോഡ് ആവാൻ വരില്ല, സൈറ്റ് അണ്ടർ മെയിൻ്റനൻസ് ഇത് എറർ വരാറുള്ളതാണ്. പക്ഷേ കുറച്ച് നേരത്തിൽ നമുക്ക് അന്ന് രാത്രി തന്നെ ഇത് രണ്ടും മെയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ടാൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി, അപ്പം അതേപോലെ പക്ഷേ പാനിന് എനിക്ക് കിട്ടിയില്ല, അത് മെയിലായിട്ട് എനിക്ക് രാത്രി വരും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ. എനിക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇനി സെർച്ച് ചെയ്യാം എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. എനിക്ക് ടാൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് എടുക്കുക സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെർച്ച് ടാൻ ആപ്ലിക്കേഷൻ. സൈറ്റിൽ ടാൻ ആണെങ്കിൽ ടാനോട് എൻ്റർ ചെയ്യുക. നമ്മൾ അക്നോളജ്മെൻറ്റ് നമ്പർ നേരത്തെ കണ്ട ഫോമിൽ കിട്ടും, അക്നോളജ്മെൻറ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാപ്ചർ ഓടാം. ക്യാപ്ചർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇപ്പോൾ അറിയണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. എന്നിട്ട് സ്റ്റാറ്റസ് അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് ടാനിൻ്റെ അപ്രൂവൽ ലെറ്ററും വരും, അതേപോലെ പാനും അതേപോലെ തന്നെ വരും. പാനാണെങ്കിൽ ഫിസിക്കൽ കോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ കോപ്പിയും പാൻ കിട്ടും നിങ്ങൾക്ക്.